Hello, my lovely viewers, and welcome to Star Jam. This is your favorite host, Rohini Edukula. In the Nammalodoppollathu is a creative art director who's been in the industry for 18 years, and he is a winner of 2 state awards. It is my pleasure to welcome to this show, M. Baba. Yes, thank you. Cinema industry, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിം ഇൻഡസ്ട്രി നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഒബ്വിയസ് ചോയ്സ് അല്ല ആർട്ട് എന്ന് പറയുന്നത്. പലരും ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അസിസ്റ്റന്റ് ഇതേ ആലോചിക്കുള്ളൂ. ആ ഡയറക്ഷനിലേക്ക് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു കം ടു ദാറ്റ് ഫീൽഡ്? That is very accidentally happened. Okay. Thing is, I studied in Chennai. I was born and brought in Chennai only. So, ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നെയ്ബർ ഒരു പയ്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ടൈം അവിടെ സാറിന് ഏജൻസി ആയിരുന്നു. അപ്പോൾ അവിടെ സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ആളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് സാറിൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു ചാൻസ് ഉണ്ട്, വന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ സാർ എന്നോട് ചോദിച്ചു എന്താണ്, ഞാൻ പറഞ്ഞു ചെറുതായിട്ട് വരയ്ക്കും. ശരി, എന്ന് ജോയിൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഐ ക്യാൻ ജോയിൻ ടുഡേ ഇറ്റ് സെൽഫ് സാർ എന്ന് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം എന്നോട് പറഞ്ഞ് നീ നാളെ ജോയിൻ ചെയ്യുന്നു ഞാൻ നിന്നെ എടുക്കില്ലായിരുന്നു. ഇൻഡസ്ട്രിയിൽ എടുത്തു നോക്കിയാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇൻഡസ്ട്രിയിൽ ചുരുങ്ങിയ ഒരു 10-50 പേരെങ്കിലും ഞങ്ങളിപ്പോൾ അസിസ്റ്റൻ്റായിട്ട് സാറിൻ്റെ അസിസ്റ്റൻസ് പുറത്ത് വന്നിട്ടുണ്ട്. ഒരു സെറ്റ് പണിയാനായിട്ടുള്ള അതിൻ്റെ അകത്തുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? കഥയിൽ കുറേ സീനുകളുണ്ടാവും. ഈ ക്യാരക്ടർ ഇവിടുന്ന് ഇറങ്ങി അവിടെ പോകുന്നു, അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് നോക്കുമ്പോൾ മറ്റേ കാണണം, ഇങ്ങനെയൊക്കെ ഇതുണ്ടാവും. അത് ചിലപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസിൽ പോയാൽ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ഇടാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ചെയ്ത ഒരു പടമുണ്ട്, കൃഷ്ണോടിയിൽ ഒരു പ്രണയകാലത്ത് നിന്ന്. ദറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ആകെ ഉള്ളത് ഒരു ബൂത്ത് മാത്രമല്ല, ദർ ഇസ് എ സ്മോൾ ബൂത്ത്, നത്തിങ് ഇസ് ദർ, വി ക്രിയേറ്റ് ഓൾ ദോസ് തിങ്സ് ആർ ദർ. സോ അവിടെ വന്ന ആൾക്കാർ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്, ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആണോ എന്നുള്ളത് പോലെ. കുറേ ഞാനിപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ അദ്വൈതം എന്ന് പറഞ്ഞ പടത്തിൽ ഐ വാസ് വർക്കിംഗ് വിത്ത് സാബു സുരൽ സാർ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു നട അങ്ങനെ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഈവൻ ജൂറി അംഗം പോലും ആ അത് സെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത്രയും പെർഫെക്റ്റോടെ അത്രയും നീറ്റായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെറ്റിടൽ വലിയൊരു പരിപാടിയാണ് അത്. Your first independent film, can you go back to it, recollect എങ്ങനെയായിരുന്നു? അത് ഒരു ഭയങ്കര ഫണ്ണി തിങ്സ് ആയിരുന്നു. ഞാനപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നാട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളറാണ്, പുള്ളി മരിച്ചുപോയി. ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത് നിനക്കൊരു പടം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാം സാർ. അപ്പോൾ നാളെ പോയിട്ട് കമലിനെ കാണണം. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തപ്പോഴും തമിഴ്, തെലുങ്ക് അങ്ങനെ കുറേ പടങ്ങൾ, മലയാളം വളരെ ചുരുക്കം പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കമൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കമൽ സാറോടോ ഡയറക്ടർ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പോയി കണ്ടേക്കാം. അങ്ങനെ എനിക്ക് പുള്ളി ആദ്യം വന്ന് കമൽ സാറിനെ പോയി കാണുന്നു. അപ്പോൾ പോയി കണ്ട് ലൊക്കേഷൻ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എറണാകുളത്ത് വന്നു. ഞാൻ മലപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. രാവിലെ 10 മണിക്ക് സാർ വന്ന് ലൊക്കേഷൻ കാണാൻ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു കഥ അതൊക്കെ വായിച്ചു തരാം, പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ കഥ പറഞ്ഞു. മമ്മൂട്ടിയുടെ വീട് ഒരെണ്ണം സെറ്റ് ചെയ്യണം, പിന്നെ രാജൻ പി ദേവിൻ്റെ വീട്, അതൊക്കെ ഭയങ്കര ഇതായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ വി ഗോൺ ടു ചെന്നൈ. 10 days എന്താ ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസറത്തെ നമുക്കൊരു 50 കാർപ്പൻ്റർ വേണം. 50 കാർപ്പൻ്ററോ? അപ്പോൾ അവിടെ ചോദിച്ചു താരെന്തോടോ അവിടെ വേറെ എന്താ പണിയുണ്ട്? ഞാൻ പറഞ്ഞു അല്ല, 50 കാർപ്പൻ്റർ ഉണ്ടെങ്കിൽ ഇത്രയും പണി. നീ അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു പ്രൊഡ്യൂസർ. അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞ് അവനക്ക് എന്താ വേണ്ടെന്ന് ചെയ്തു കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് അതൊന്നും ചെയ്ത് അവൻ്റെ ആദ്യത്തെ പടമാണ്, അവൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ചെയ്യും. സാറും വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു. മമ്മൂക്കാന്ന് പറഞ്ഞാൽ എന്താണ് പേര്, ബാവ. അപ്പോൾ സച്ചേട്ടൻ പരിചയപ്പെടുത്തി, ആദ്യത്തെ പടമാണ്, അവനെ പേടിപ്പിക്കരുത്. ആ പടമാണ് അഴകിരാവണൻ എൻ്റെ ആദ്യത്തെ ഫിലിം. മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം. I know you enjoy art film making more. സാറിന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കുറേ കൂടി സെറ്റിന് ഇമ്പോർട്ടൻസ് വരുന്ന ആർട്ട് ഫിലിമിലാണ് അല്ലേ? കുറച്ചും കൂടി ഒന്ന് can you tell us something more about that? ആർട്ട് ഫിലിം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഫിലിമിനേക്കാളും കുറച്ചും കൂടിയും ഫൈൻ ട്യൂൺ ഉള്ളതാണ് ആർട്ട് ഫിലിംസ്. കാരണം അവർക്ക് എന്ത് വേണം എന്നുള്ളത് വളരെ വ്യക്തമായി വരുന്നത്. കാരണം അതിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനുള്ള പൈസയും അവർ തരും. അതാണ് അതിൻ്റെ. ആൻഡ് വി ക്യാൻ വർക്ക് മോർ, എന്താ പറയുക, കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുള്ളതാണ് ആർട്ട് ഫിലിംസ്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 100-400 ആർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഐ എം മോർ ഹാപ്പി വിത്ത് ദ ആർട്ട് ഫിലിം. സ്വന്തം വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് ഫിലിം പറയാമോ? ഞാൻ ചെയ്ത് ജോസ് ആലുക്കാസിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിജയിനെ വെച്ചിട്ട് ഒരു
ആഡ്, അതായത് ഷിബു അന്തിക്കാട്, ദീപു അന്തിക്കാട് അവർ ചെയ്ത ഒരു ആഡ്. അത് ആൾമോസ്റ്റ് ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഫുൾ സെറ്റാണ്. അത് ആ ഇൻറ്റീരിയർ ഒരു വീടിൻ്റെ ഇതിൻ്റെ ഒരു തമിഴ് കൾച്ചർ വീടിൻ്റെ ഒരു ചെട്ടിയാർ ഹൗസ് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ. വി ഡൺ ഇറ്റ് ഓൺലി 3 days. ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ്. ചെന്നൈയിലാണ് ഇട്ടത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കളർ സ്കീം തീരുമാനിക്കുന്നത്? എത്രത്തോളം ഫ്രീഡം ഉണ്ട് സാറിന് അത് പറയുവാനോ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാനോ? അത് ഡയറക്ടറിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചാണോ? അത് ഡസ് ഇറ്റ് ഗോ അക്കോർഡിംഗ് ടു യു? ഹൗ ഡസ് ഇറ്റ് വർക്ക്? No, it's all teamwork. It is not fully director dependable or it not so fully dependent me. ഇത് വന്നിട്ട് ഒരു ടീം വർക്കാണ്. എക്സാമ്പിൾ 22 ഫീമെയിൽ കോട്ടയം, ആ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ നടക്കുന്ന ഒരു പോർഷൻ അവിടെ നമ്മൾ ഡിസൈഡ് ചെയ്തത് അങ്ങനത്തെ ഒരു കളർ സ്കീമാണ്. കാരണം ഇറ്റ്സ് വെരി റോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡാർക്ക് മൂഡാണ് അതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇങ്ങനെ ഒരു കളറിൽ ചെയ്താൽ കൊള്ളാം. അപ്പോൾ റൂമിൽ വെച്ചിട്ടുള്ള ലാസ്റ്റുള്ള സീൻ. അപ്പോൾ നമ്മൾ ക്യാമറമാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു കളർ സ്കീമിൽ പോകാം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക്. ഞാൻ പറഞ്ഞു ഡാർക്കായി പോകുന്നൊരു പിന്നെയും ഇതാവും, നമുക്ക് വിൽ പുട്ട് ഇറ്റ് ദിസ് കളർ, ഇഫ് ഇറ്റ് നോട്ട് ഹാസ് സാറ്റിസ്ഫൈഡ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് മാറ്റാൻ പറഞ്ഞു. വന്ന് കണ്ടപ്പോൾ അവർക്ക് ദേ ആർ വെരി ഹാപ്പി. സോ അത് വന്നിട്ട് അതുപോലെ ഒരു സീൻ കൺസ്യൂവ് ചെയ്യുന്നതും അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ കളർ സ്കീമും, അല്ലെങ്കിൽ കോസ്റ്റ്യൂം എങ്ങനെ വേണം, എന്തായിരിക്കണം അതിൻ്റെ വേ ഓഫ് ടേക്കിംഗ്, അതെല്ലാം. എന്നിട്ട് ഇപ്പോൾ വളരെ ജെന്യൂനായിട്ട് എല്ലാവരും ഡിസ്കസിങ് ഭയങ്കര ഇതാണ്. ഇന്നിപ്പോൾ റെഫറൻസ് ഉണ്ട് നമുക്ക് ഏത് പടങ്ങൾ എടുത്ത് കാണാനും അതിനൊക്കെ. സോ അത്രയും ഏരിയകൾ കുറേയും കൂടിയും എല്ലാവരും കൂടിയും മിങ്കിൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.